കഥയുടെ തുടക്കത്തിലെ 17 വർഷങ്ങൾക്ക് മുന്നേ ഒരു ചെറിയ പെൺകുട്ടി കാടിനുള്ളിലൂടെ എന്തോ കാര്യം കണ്ട് പേടിച്ച് ഓടുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവളെ അവസാനം ആരോ ഒരാൾ പിടിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 17 വർഷങ്ങൾക്ക് ശേഷം അതേ കാടിനുള്ളിലൂടെ ലിസ എന്ന് പറഞ്ഞ ടീനേജർ ആയിട്ടുള്ള ഒരു പെണ്ണ് അവളും കാടിനുള്ളിലൂടെ ഓടാണ്. എന്നെ ആരെങ്കിലും രക്ഷിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആരും അവളെ സഹായിക്കാനില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ദൂരം ഓടിയതിനു ശേഷം അതേ കാടിനുള്ളിൽ തന്നെ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ലിസയുടെ അച്ഛൻ, മറ്റു പോലീസുകാര് ഇവരെല്ലാവരും ലിസയെ അന്വേഷിച്ച് ഈ ഒരു കാടിനകത്തേക്ക് വന്നിട്ടുണ്ട്. അവരും അവളെ അന്വേഷിച്ച് നടക്കാണ്. അവിടെയാണ് നമ്മുടെ ലിസയെ കാണിക്കുമ്പോൾ അവൾ എന്താണോ പിന്തുടർന്നത് അത് അവളെ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഈ കാടിനുള്ളിലായിട്ട് തന്നെ ചെറിയൊരു കുളമുണ്ട്. അതിനുള്ളിലേക്ക് അവളെ വലിച്ചെടുത്ത് ലിസയെ അവിടെ വെച്ച് കൊല്ലുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഈ പോലീസുകാര്, ലിസയുടെ അച്ഛൻ ഇവരെല്ലാവരും അന്വേഷിച്ച് അവസാനം ലിസ മരിച്ചെടുക്കുന്ന ആ ഒരു കുളത്തിനടുത്തേക്ക് വന്ന് അവളെ കാണുന്നതും ലിസയുടെ അച്ഛൻ അവളെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്. ഇതേ സമയം തന്നെ ഈ കാടിനകത്ത് ഈ കാര്യങ്ങളെല്ലാം കണ്ട ഒരു വയസ്സായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ഇതെല്ലാം കണ്ട് പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇത് മറ്റാരും കാണുന്നില്ല. അങ്ങനെ ലിസ മരിച്ചത് ടൗണിലുള്ള എല്ലാവർക്കും വളരെ വിഷമമായി. കാരണം ആ ടൗണിലുള്ള എല്ലാവർക്കും ലിസയെ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ വിഷമമുണ്ട്. അത് കഴിഞ്ഞ അടുത്ത സീനിൽ സിറ്റിയിൽ കാണിക്കുന്നതാണ് നമ്മുടെ ഈ കഥയിലെ നായിക മെലനി. അവള് രാവിലെ തന്നെ ഫോണിന്റെ റിങ് കേട്ടാണ് കണ്ണു തുറക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഫോണിലെ ഞാൻ നിന്റെ നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്, എന്റെ പേര് ജിമ്മി എന്നാണെന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ അറിയത്തില്ല, നീ ആരാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഓ നാട് വിട്ട് വന്നിട്ട് ഒരുപാട് നാളായില്ലേ, അതുകൊണ്ടാ മറന്നുപോയത്. അതുമല്ല ഞാൻ നിങ്ങളുടെ കുട്ടിക്കാല സുഹൃത്താണ്, നീ മറന്നുപോയിട്ടുണ്ടാവും. ശരി എന്തൊക്കെയാവട്ടെ, ഞാൻ നിങ്ങളുടെ അച്ഛനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ മെലനി പറയും, എന്റെ അച്ഛനോ, എന്റെ അച്ഛനെ കണ്ടിട്ട് തന്നെ 8-10 വർഷമായി, അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അവള് കട്ടിലേക്ക് കിടന്നിട്ട് എന്തോ പറ്റി, ഇനിയിപ്പോ എന്റെ അച്ഛന് പണം എന്തെങ്കിലും ആവശ്യമുണ്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാന്ന് പറയുമ്പോൾ ജിമ്മി കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് അതല്ല, നിങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അതാണെന്ന് പറയുമ്പോൾ അവള് പറയും, ഓ അഡ്മിറ്റ് ആണെങ്കിൽ നിങ്ങൾ തന്നെ നോക്ക്, എന്നെ വിളിക്കുന്ന എന്തിനാ, എന്നെ കൊണ്ട് വരാൻ കഴിയത്തില്ല, എന്റെ ജോലി നഷ്ടമാവുമെന്ന് പറയുന്നതും ഇപ്പോ ജിമ്മി പറയും, അതല്ല നിങ്ങളുടെ അച്ഛൻ മരിക്കാറായിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് നിങ്ങളൊന്ന് വരണമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മെലനി എന്തായാലും അവളുടെ അച്ഛനെ കണ്ടിട്ട് ഒരുപാട് വർഷമായി, അതുകൊണ്ട് തന്നെ തന്റെ അച്ഛനെ കാണാൻ പോവാം എന്നുള്ള രീതിയിൽ അവൾ തീരുമാനമെടുക്കും. അതേസമയം ഇവിടെ ആ ഗ്രാമത്തിൽ കാണിക്കുമ്പോൾ ലിസ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ പോലീസുകാരോടൊപ്പം നടക്കാണ്. അപ്പൊ അയാൾ പറയുന്നുണ്ട്, എന്റെ മകളെ കൊന്നത് ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, നിങ്ങൾ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിലും ഞാൻ അയാളെ കണ്ടുപിടിക്കും എന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ പറയും, സാർ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾക്കും അതേ വിഷമം തന്നെയുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ ആ കൊലയാളിയെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ പോലും കഴിയത്തില്ല എന്നും പറയും. അങ്ങനെ അന്നത്തെ ദിവസം തന്നെ നമ്മുടെ ഹീറോയിനും ആ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്. വണ്ടിയിൽ വരുമ്പോൾ അവൾക്ക് തലയുടെ ഒരു വശത്ത് നല്ല വേദനയുണ്ട്. തലയിൽ എപ്പോഴും കൈവച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഈ പട്ടണത്തിന്റെ അതിർത്തിയിലെത്തുമ്പോൾ അവിടെ അവൾക്ക് വേണ്ടി ജിമ്മി എന്ന് പറഞ്ഞ അവൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഹീറോയിനെ കൈ കാണിക്കുമ്പോൾ അവള് വണ്ടി നിർത്തിയിട്ട്, ഓ അപ്പോ നീയാണല്ലേ ജിമ്മി. അപ്പോ ജിമ്മി പറയും, അതെ ദേ നോക്ക്, നമ്മൾ രണ്ടുപേരും കുട്ടിക്കാലത്ത് ഒരുപാട് കളിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നീ എന്നെ മറന്നുപോയി. എനിക്കറിയാം കുട്ടിക്കാലത്ത് നിനക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് കാരണമാണ് ഈ നാട് വിട്ട് നീ പോയത്, അതുകൊണ്ട് തന്നെ ആ ഓർമ്മ ഒരിക്കലും ഉണ്ടാവത്തില്ല. അങ്ങനെ ജിമ്മിയെ കാറിലേക്ക് കയറ്റി കാർ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവളുടെ അച്ഛനെ പറ്റി അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ജിമ്മി അധികം അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോ മെലനി ചോദിക്കും, എന്തു പറ്റി, അച്ഛനെ പറ്റി പറയാത്തത് എന്താ, ഇനി ഹോസ്പിറ്റലായിട്ട് എന്റെ അച്ഛൻ മരണപ്പെട്ടോ, ഞാൻ വരാനായിട്ട് ലേറ്റ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, സോറി നിന്റെ അച്ഛൻ ഒരിക്കലും ഹോസ്പിറ്റലായിട്ടില്ല എന്ന് പറയുന്നതും മെലനി പെട്ടെന്ന് തന്നെ വണ്ടി അങ്ങ് നിർത്താണ്. എന്നിട്ട് അവൾ ദേഷ്യപ്പെട്ട്, എന്ത് കള്ളമാ നീ എന്നോട് പറഞ്ഞത് ചോദിക്കുമ്പോൾ, നിന്നോട് കള്ളം പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ ഈ ഗ്രാമത്തിലെ നീ വരാനുള്ളൊരു കാരണമുണ്ട്, ആ കാരണം കുറച്ച് ഭയങ്കരമാണ്. പക്ഷെ മെലനി അതൊന്നും കേൾക്കത്തില്ല. അവനോട് പറയും കാർ വിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ ജിമ്മ് ഇപ്പോ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് മെലനിയോട് പറയും, നിന്റെ അച്ഛന്റെ മേളില് കൊലക്കേസ് ചുമത്തിയിട്ടുണ്ട്, ഇനി നിനക്ക് ജോലിക്ക് തിരിച്ചു പോകണമെന്ന് ചോദിക്കുമ്പോൾ മെലനി പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട്, നീ എന്താ ഈ പറഞ്ഞു വരുന്നേ, എന്റെ അച്ഛനുമായിട്ട് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടാകും, പക്ഷെ എന്റെ അച്ഛൻ ഒരിക്കലും ഒരാളെ കൊല്ലുന്ന ഒരാളല്ല. അപ്പോ ജിമ്മി പറയും, നിന്റെ അച്ഛൻ കൊല ചെയ്തിട്ടില്ല എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അതെ, എന്റെ അച്ഛനെ വിട്ട് പോയിട്ട് ഒരു 10 വർഷമായി കാണും, പക്ഷെ ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ ജിമ്മിയും അതുപോലെ തന്നെ അവളുടെ അച്ഛൻ കൊല ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിന്റെ അച്ഛൻ ഇപ്പോ ഒളിച്ചു താമസിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കണ്ടുപിടിക്കണം, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ഇപ്പൊ അവളുടെ അച്ഛൻ ആരെയാണ് കൊന്നതെന്നല്ലേ, ലിസ എന്ന് പറഞ്ഞൊരു പെണ്ണ് മരിച്ചല്ലോ, ആ പെണ്ണിനെ കൊന്നത് ഹീറോയിന്റെ അച്ഛനാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ലിസയുടെ അച്ഛനും വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, നിന്റെ അച്ഛനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം ജിമ്മി പറഞ്ഞിട്ട് രണ്ടുപേരും കാറിൽ കയറി അവിടെ നിന്ന് പോവാണ്. അതേസമയം ഈ കാടിനുള്ളിൽ കാണിക്കുമ്പോൾ ലിസ എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ ഇപ്പോഴും തന്റെ മകളെ കൊന്ന ഹീറോയിന്റെ അച്ഛനെ അന്വേഷിച്ച് കാടിനുള്ളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോ ലിസയുടെ അച്ഛൻ മാത്രമല്ല, അയാളോടൊപ്പം തന്നെ അയാളുടെ ഒരു സുഹൃത്തുണ്ട്. ഇവിടെ ലിസയും ജിമ്മിയും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇവര് രണ്ടുപേരും തിരിച്ച് കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ
ജിമ്മി അവളുടെ കാറിലെ അവൾക്ക് ഈ തലവേദനയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് കാണും. അതെടുത്തു വെച്ചിട്ട്, ഓ നിനക്ക് നല്ല തലവേദന ഉണ്ടല്ലേ, ഇത്രയും മരുന്നെല്ലാം യൂസ് ചെയ്യുന്നു, ശരി അതെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തു തരാം, കാരണം ഇവിടെ അടുത്തായിട്ട് എനിക്കറിയാവുന്ന ഒരു സ്ത്രീ ഉണ്ട്, അവരത് മാറ്റിത്തരുമെന്നും പറഞ്ഞ് ഹീറോയിനെ നേരെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതിനകത്തൊരു വയസ്സായുള്ള സ്ത്രീയുണ്ട്. അകത്തേക്ക് ചെന്നിട്ടാണ് ഹീറോയിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ ഹീറോയിന്റെ പേരൊക്കെ ചോദിച്ചിട്ട്, ഓ നീ ഇയാളുടെ മകളാണ്, 12 വർഷങ്ങൾക്ക് മുന്നെയാണ് നീ ഇവിടെ നിന്നും കാണാതെ പോയത്, അതേപോലെ തന്നെ നിന്റെ അമ്മ ആ സമയത്ത് മരണപ്പെട്ടു എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇവിടെ നിന്ന് പോയെന്ന് കാരണം അവളുടെ അമ്മ മരണപ്പെട്ടതാണ്. അവളുടെ അമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് അവള് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഹീറോയിന്റെ മുഖം കാണുമ്പോൾ തന്നെ അവർക്ക് തോന്നി ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാന്ന്. അപ്പോൾ അവർ പറയും, ഓക്കെ നമുക്ക് അത് സംസാരിക്കണ്ട, അല്ല എന്തുകൊണ്ടാണ് നീ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ജിമ്മി അവളുടെ തലവേദനയുടെ കാര്യം പറയുന്നതും അവരിപ്പോ ഹീറോയിനെ പിടിച്ച് ഒരിടത്തേക്ക് ഇരുത്തിയിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് ഒരു കഷായം എല്ലാം കൊടുക്കുന്നുണ്ട്, നല്ല കയ്പുണ്ട്. അപ്പൊ അത് കുടിച്ചു കഴിഞ്ഞിട്ട് അവരിപ്പോ ഹീറോയിന്റെ തോളും അതേപോലെ തന്നെ തലയും എല്ലാം നല്ലതുപോലെ തന്നെ മസാജ് ചെയ്യും. കുറച്ചു നേരം മസാജ് ചെയ്യുമ്പോഴത്തേക്കാണ് അവളുടെ തലവേദന പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട്. അപ്പോ ഹീറോയിൻ അവർക്ക് താങ്ക്സ് എല്ലാം പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ജിമ്മി ഉണ്ടല്ലോ അവരോട് പറയും, ശരി മമ്മി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ജിമ്മിയോട് ചോദിക്കുന്നത്, അല്ല ഇത് നിന്റെ അമ്മയാണോ? അപ്പോ ജിമ്മി ചോദിക്കും, അല്ല എനിക്ക് എന്റെ അമ്മ ഉണ്ടായിക്കൂടെ എന്ന് തമാശ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു പോകുമ്പോൾ ആ സ്ത്രീ ഉണ്ടല്ലോ അവര് വീടിന് വെളിയിലേക്ക് വന്നിട്ട് ഒരു വല്ലാത്ത രീതിയിൽ ഹീറോയിനെ നോക്കുന്നുണ്ട്. അത് കണ്ടിട്ടുണ്ടെ ഹീറോയിന് നല്ല പേടിയാവും. അങ്ങനെ കാറും എടുത്ത് ഇവര് രണ്ടുപേരും അവിടെ നിന്നും വീട്ടിലേക്ക് പോവാണ്. അതേസമയം തന്നെ കാടിനുള്ളിൽ ലിസയുടെ അച്ഛനും അതേപോലെ തന്നെ ആ ഒരു സുഹൃത്തും ഇവര് രണ്ടുപേരും ഇപ്പോഴും അന്വേഷണം നിർത്തിയിട്ടില്ല. ഹീറോയിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ ഇവര് രണ്ടുപേരും നല്ലതുപോലെ തന്നെ ആ ഒരു കാടിനുള്ളിൽ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഇവര് നല്ല ശ്രദ്ധയോടെ നടന്ന് എന്തോ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിയുമ്പോ ഇപ്പൊ ഷൂട്ട് ചെയ്ത് തന്നെ പരസ്പരം തോക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും അവര് മനസ്സിലാക്കും, ഓക്കെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോണ്ട, ഇനി രണ്ടു വഴിക്കായിട്ട് പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിയെ പോകുന്നു. ഇവിടെ ജിമ്മിയും ഹീറോയിനും കാറും എടുത്തിട്ട് നേരെ ഇവരുടെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ കാടിന് നടുവിലാണ് അവളുടെ അച്ഛന്റെ വീട്. അവിടേക്ക് കാർ കൊണ്ട് നിർത്തിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജിമ്മി പറയും, എന്തായാലും നിന്റെ അച്ഛനെ അന്വേഷിച്ച് എല്ലാവരും കാടിനുള്ളിലേക്ക് പോയി കാണും, നമുക്ക് എന്തായാലും ഇന്ന് പോകണ്ട, കാരണം ഇനി ഉടനെ തന്നെ ഇരുട്ടും, അതുകൊണ്ട് അടുത്ത ദിവസം പോവാന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല എന്റെ അച്ഛൻ ഈ കാടിനുള്ളിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത്, ഇവിടെയുള്ളവർക്ക് എങ്ങനെ അറിയാം? അപ്പോ ജിമ്മി പറയും, വർഷങ്ങളായിട്ട് നിന്റെ അച്ഛൻ ഈ കാടിനുള്ളിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് കാടെല്ലാം നല്ലതുപോലെ അറിയാം, അതുകൊണ്ടായിരിക്കാം എല്ലാവരും കാടിനുള്ളിലേക്ക് പോകുന്നത്, കൂടുതലൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചിട്ട് നേരെ റൂമിനകത്തേക്ക് നടന്നു പോകും. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവളുടെ പഴയ ഒരു ഫോട്ടോ അവളുടെ അച്ഛനായിട്ട് എടുത്തിട്ടുള്ള ആ ഫോട്ടോ അവൾ കാണുന്നതും അതെടുത്ത് വെച്ചിട്ട് അതിന്റെ പുറകിലേക്ക് നോക്കുമ്പോൾ 1985 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ജിമ്മി ചോദിക്കും, ഏയ് ഈ വർഷം നിന്റെ അമ്മ നിന്നോടൊപ്പം ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആ കാര്യം ആലോചിച്ചിട്ട് നല്ല വിഷമമുണ്ട്, അതുപോലെ അതിനുശേഷം നീ ഇവിടെ നിന്ന് ഓടിപ്പോയെ എന്ന് പറയുന്നതും ഹീറോയിൻ പറയും, ഇല്ലില്ല ആ കാര്യത്തെ പറ്റി ഒരിക്കലും സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ജിമ്മി പറയും, ഏയ് അത് പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല, നിന്റെ അമ്മ കാടിനുള്ളിൽ എവിടെയാണോ മരണപ്പെട്ട് കിടന്നത് അതേ സ്ഥലത്താണ് ലിസ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയും മരണപ്പെട്ടത്, അതുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞതെന്ന് പറയും. അതേസമയം ഇവിടെ കാടിനുള്ളിൽ ലിസയുടെ അച്ഛന്റെ സുഹൃത്തുണ്ടല്ലോ അയാൾ ഇപ്പൊ തോക്കും കൊണ്ട് നടന്ന് ഒന്നും കാണുന്നില്ല. കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് അവിടേക്ക് ഷൂട്ട് ചെയ്യും. പക്ഷെ അവിടെ ഒന്നുമില്ല, അതേതോ മൃഗമായിരുന്നു. പെട്ടെന്നാണ് അയാളുടെ പിറകിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കുന്നതും ആഹാ അതെന്താന്ന് വെച്ചാല് ഒരു വലിയ രൂപം, അതൊരു രാക്ഷസ രൂപം. കാണുമ്പോ ഈ മരങ്ങളുടെ കമ്പും ചില്ലകളും വേരുകളൊക്കെ കൊണ്ട് ഉണ്ടായി വന്നൊരു രൂപമാണ്. അത് പെട്ടെന്ന് തന്നെ അയാളുടെ അടുത്തേക്ക് നടന്നു വന്ന് അയാളെ അടിച്ച് താഴേക്കിട്ട് അയാളുടെ കാലിൽ വലിച്ച് ഈ കാടിനുള്ളിലേക്ക് വലിച്ചെടുത്തോണ്ട് പോകുന്നു. അങ്ങനെ ഒരിടത്തേക്ക് കൊണ്ടുവന്നിട്ട് അയാളുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി അയാൾ എവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഹീറോയിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവളിപ്പോ കോഫിയെല്ലാം കുടിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് പുറകിൽ എന്തോ ഒരു ശബ്ദം. പെട്ടെന്ന് തിരിയുന്നതും എന്തോ ഒരു കാര്യം കണ്ട് ആ കോഫി കപ്പ് അവള് താഴെ ഇടുമ്പോൾ അതൊരു പോലീസുകാരിയായിരുന്നു. തോക്കും കൊണ്ട് അകത്തേക്ക് വന്നിട്ട്, നീ ആരായാലും മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്, എന്റെ കയ്യിൽ തോക്കുണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിൻ പേടിച്ചു നിൽക്കും. അപ്പോഴാണ് കൂടെയുള്ള മറ്റൊരു പോലീസുകാരൻ അകത്തേക്ക് വന്നിട്ട് ഹീറോയിനെ കാണുമ്പോൾ, ഹേയ് മെലനി ഇത് നീയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഈ പോലീസുകാരി പറയുന്നത്, ഓ ആ കൊലയാളിയുടെ മകളാണോ നീ? അങ്ങനെ ആ പോലീസുകാരൻ ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ച് വാങ്ങുന്നതും ഇപ്പോൾ ഹീറോയിനോട് അവളുടെ അച്ഛനെ പറ്റി ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, എന്റെ അച്ഛനൊരു കൊലയാളിയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഒരാളെ കൊല്ലാൻ കഴിയത്തില്ല, അങ്ങനെയുള്ള ഒരാളല്ല അദ്ദേഹം, അതുകൊണ്ട് ഞാനും എന്റെ അച്ഛനെ അന്വേഷിക്കാനെന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയും, ശരി നീ ഞങ്ങളെക്കാൾ മുന്നേ നിന്റെ അച്ഛനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഞങ്ങളോട് ഇൻഫോം ചെയ്യണം. അപ്പോൾ ഹീറോയിൻ ഓക്കെ ശരി എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡോറും തുറന്ന് ലിസ എന്ന് പറഞ്ഞ പെണ്ണിന്റെ അച്ഛനകത്തേക്ക് വന്നിട്ട്, എവിടെ അവനെ ഞാൻ കണ്ടുപിടിക്കണമെന്ന് പറയുന്നതും ഇപ്പൊ അകത്തുള്ള പോലീസുകാരൻ പറയും, ഹേ അടങ്ങ് ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ദേ ഇതവന്റെ മകളാണെന്ന് പറയുന്നതും അയാൾ പെട്ടെന്ന് തോക്ക് ഹീറോയിന്റെ നെറുകേനെ ചൂണ്ടാണ്. എന്നിട്ട് പറയും, അവൻ എന്റെ മകളെ കൊന്നതുപോലെ ഞാൻ അയാളുടെ മകളെയും കൊല്ലാം, അപ്പോ സമാസമാവുമല്ലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ആ പോലീസുകാരൻ പറയും, ദേ നിർത്ത്, അയാള് നിങ്ങളുടെ മകളെ കൊന്നതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല, അതുകൊണ്ട് ഈ പെൺകുട്ടിയെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് ഈ പോലീസുകാരൻ തോക്ക് ചൂണ്ടുന്നതും ലിസയുടെ അച്ഛൻ സമാധാനപ്പെട്ട് തോക്ക് താഴേക്ക് വെക്കുകയാണ്. അങ്ങനെ ഹീറോയിനെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ആ പോലീസുകാരൻ പറയുന്നത്, അയാളുടെ മകൾ മരിച്ചുപോയി, അവളെ കൊന്നത് നിന്റെ അച്ഛനാണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ വലിയൊരു പ്രശ്നത്തിലാണ്. അല്ല
നിന്റെ അച്ഛനെ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാ, സംസാരിച്ചത് എപ്പോഴാന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഒരു 10 വർഷമായി കാണും. അപ്പോൾ അയാൾക്കും അറിയാം നമ്മുടെ ഹീറോയിനെ പറ്റി, അവളുടെ അമ്മ മരിച്ചു പോയതിനു ശേഷമാണ് അവൾ ഇവിടെ നിന്ന് പോയെന്നുള്ള കാര്യം. എന്നിട്ട് ആ പോലീസുകാരൻ പറയും ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ നിന്റെ അച്ഛൻ എന്നെ വന്ന് കണ്ടിരുന്നു. അതുമല്ല, ഈ കാടിനുള്ളിൽ ഒരു ചതുപ്പ് നിലമുണ്ട്, അവിടെയുള്ള ആ രാക്ഷസനാണ് തന്റെ ഭാര്യയെ കൊന്നതെന്നും അയാൾ പറഞ്ഞിരുന്നു. ഇതെല്ലാം വെച്ച് തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ അച്ഛന് മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുണ്ടെന്ന്. അത് കാരണമായിരിക്കണം അയാള് ആ പെൺകുട്ടിയെ കൊന്നിട്ടുള്ളത്. കൂടാതെ അയാളുടെ സുഹൃത്തുക്കളെയും ആ മോൺസ്റ്റർ കൊന്നുവെന്നും എന്നോട് പറഞ്ഞു. അന്നേ നിന്റെ അച്ഛനെ ജയിലിൽ അടച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നും ഈ പോലീസുകാരൻ പറയുന്നുണ്ട്. ഈ കാടിനുള്ളിൽ മോൺസ്റ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നതാണോ? ചിലപ്പോൾ മോൺസ്റ്റർ ഇല്ലാതിരിക്കാം, വേറെന്തോ ഒരു കാര്യം ഈ കാടിനുള്ളിലുണ്ട് എന്ന് ആ പോലീസുകാരൻ പറയുന്നുണ്ട്. അങ്ങനെ ആ പോലീസുകാരൻ പോകുന്നതിന് മുന്നേ, അല്ല നീ ഈ കാടിനകത്ത് തനിയല്ലേ താമസിക്കുന്നത്, ആ പോലീസുകാരോട് വരണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഇല്ലില്ല ജിമ്മി വരാമെന്ന് പറഞ്ഞു. എന്ത് ജിമ്മിയോ, അതാരാന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ലേഡി ഉണ്ടല്ലോ, അവരുടെ മകനാണെന്ന് പറയുന്നത്. എന്ത്, അവർക്കൊരു മകനുണ്ടോ? ഇത്രയും കാലമായിട്ട് ഞാനിവിടെ ഉണ്ടായിട്ട് എനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തില്ലല്ലോ. ഓക്കെ, എന്തായാലും വയസ്സായതല്ലേ, മറന്നുപോയതായിരിക്കാം. ഓക്കെ, എന്ത് വിവരമായാലും എന്നെ അറിയിച്ചിട്ടേ ഇവിടെ നിന്ന് പോവാവൂ, ഇവിടെ നിന്ന് പോകുന്നെങ്കിലും എന്നും പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ജിമ്മി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയിൻ അവനെയും കൂട്ടി അകത്തേക്ക് പോയിട്ട് ഇന്നെന്റെ ജീവൻ പോയനെ എന്നും പറഞ്ഞ് ലിസയുടെ അച്ഛനെ ഇവിടെ കൊല്ലായിട്ട് ശ്രമിച്ചല്ലോ, ആ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവള് ജിമ്മിയോട് പറയും. അതുപോലെ അവളെ രക്ഷിച്ചത് ആ ഇൻസ്പെക്ടർ ആണെന്ന് പറയുമ്പോൾ ജിമ്മി പറയും അതെ, അയാൾ നല്ലൊരാൾ തന്നെയാണ്, അതിലിത്ര കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല നിനക്ക് ആ ഇൻസ്പെക്ടറിനെ അറിയോ? അറിയാം, എന്തു പറ്റി? അല്ല അയാൾക്ക് നിന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജിമ്മി പറയും അത് ഈ പട്ടണത്തിലുള്ള അധികം ആളുകൾക്കും എന്നെ അങ്ങനെ നല്ലപോലെ അറിയത്തില്ല, കാരണം എല്ലാവരും കാണുന്ന രീതിയിൽ ഞാൻ അങ്ങനെ അധികം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഹീറോയിൻ എന്തോ ഒരു സംശയം തോന്നും. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ പറയും ആ പോലീസുകാരൻ എന്റെ അച്ഛനെ ഇതിനു മുന്നേ കാണാൻ പോയെന്ന് പറഞ്ഞിരുന്നു. അതുമല്ല അപ്പോഴ് ഈ കാടിനുള്ളിൽ എന്തോ ഒരു ചതുപ്പ് നിലത്തിലെ മോൺസ്റ്റർ ഉണ്ടെന്നോ എന്തൊക്കെയാ പറഞ്ഞു എന്ന് പറയുമ്പോൾ ജിമ്മി അവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്ത്, ആ ചതുപ്പ് നിലത്തിലെ ഗോസ്റ്റ് ആണോ എന്ന് പറഞ്ഞ് അവൻ ചിരിക്കാൻ തുടങ്ങും. സത്യം പറയല്ലേ, ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്. എന്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാല് ഇതിനെ പറ്റിയുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല അപ്പോൾ ശരിക്കും ഈ കാടിനുള്ളിൽ ഒന്നും ഇല്ലാന്നാണോ? ഒന്നും ഇല്ലാന്നല്ല, എന്തെങ്കിലും ഉണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ കാണാത്തത് കൊണ്ട് ഒന്നും അറിയാൻ കഴിയത്തില്ല. അതുമല്ല കാടിനുള്ളിൽ ഒരുപാട് പേര് ക്യാമ്പ് ഫയർ എല്ലാം കൂട്ടിയിരിക്കുന്നത് ജിമ്മി ഇങ്ങനെ ആലോചിച്ച് നോക്കും. എന്നിട്ട് പറയും കാടിനുള്ളിൽ കത്തി, തോക്ക്, പല പല തെറ്റ് ചെയ്യുന്ന ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മനുഷ്യരെ പറ്റിയത് തന്നെയാണ് പറയുന്നതെന്ന് ഹീറോയിന് മനസ്സിലായി. അപ്പൊ എന്റെ അച്ഛനെ കൂടി വെച്ചാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നിന്റെ അച്ഛനൊന്നും ചെയ്തിട്ടുണ്ടാകത്തില്ല, അത് കണ്ടുപിടിക്കാനാണല്ലോ നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ജിമ്മി പറയും ഓക്കെ, എന്തൊക്കെയായാലും സമയം താമസിച്ചു, നീ പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഒരു ചെയറും എടുത്തിട്ട് അതിലവൻ ഇരിക്കുകയാണ്. അതേ സമയം കാടിനുള്ളിൽ കാണിക്കുമ്പോൾ ഹീറോയിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ ഇപ്പോഴും കാടിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ഈ മാംസം എല്ലാം ചുട്ട് തിന്നുന്നുണ്ട്, അതുപോലെ എല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നേരെ ജിമ്മി എവിടെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ജിമ്മി അവിടെ കാണുന്നില്ല. ഹേയ് ജിമ്മി, നീ എവിടെയാ പോയെന്നും പറഞ്ഞ് വീടിന് വെളിയിലേക്ക് വരുമ്പോൾ അവിടെ തറയില് ഈ ചെടിയിൽ ചവിടിയിട്ട് വരുമ്പോഴത്തേക്കുള്ള പാടുകളുണ്ടല്ലോ അത് കാണുന്നുണ്ട്. അപ്പൊ അതവള് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ പോലീസുകാരനും പോലീസുകാരിയും അവര് രണ്ടുപേരും ഇവിടേക്ക് വന്നിട്ട് നീ ഇപ്പോഴാണല്ലേ എഴുന്നേറ്റ്, ബാ കോഫി കുടിക്കാന്ന് പറഞ്ഞ് അവളെയും വിളിച്ച് അകത്തേക്ക് പോകുന്നു. ഇവിടെ ലിസയുടെ അച്ഛനെ കാണിക്കുമ്പോൾ ഇവൻ ഈ വീട്ടിൽ പോലും പോകാതെ കാടിനകത്ത് രാവിലെ തന്നെ വന്നിട്ട് അലഞ്ഞിരിഞ്ഞ് നടക്കാണ്. അതേസമയം അകത്തേക്ക് വന്ന് നമ്മുടെ ഇൻസ്പെക്ടറും ആ പോലീസുകാരിയും പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന് മനസ്സിലാവുന്നത് ഇതുപോലെ ഇവര് രണ്ടുപേരും ഇന്നലെ രാത്രി മുഴുവനായിട്ടും ഈ വീടിന് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു, അവര് വേറെ എവിടെ പോയിട്ടില്ലായിരുന്നു. കാരണം ഹീറോയിന്റെ അച്ഛൻ ഇതുപോലെ ഭ്രാന്ത് പിടിച്ച് നടക്കാണല്ലോ, അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ സേഫ്റ്റി ഇവര് നോക്കണം. അപ്പൊ ഈ കാര്യം ഹീറോയിൻ മനസ്സിലാക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും ഇല്ല, എന്നോടൊപ്പം ഇന്നലെ ജിമ്മി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഇൻസ്പെക്ടർ എന്ത് ജിമ്മിയോ, ഇന്നലെ നിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നതായിട്ടോ വീട്ടിൽ നിന്ന് പോകുന്നതായിട്ടോ ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ. അതുപോലെ ജിമ്മി എന്ന് പറഞ്ഞ ഒരുത്തൻ ഉണ്ടോ ഇല്ലയെന്ന് പോലും ആ ഒരു ഇൻസ്പെക്ടറിന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ആ സംശയത്തില് അയാൾ പെട്ടെന്ന് കാറും എടുത്ത് പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ കറങ്ങാനായിട്ട് ഇങ്ങനെ പോകുന്നതും വഴിയിൽ വെച്ചിട്ട് അയാൾ ജിമ്മിയെ കാണുന്നുണ്ട്. അതേസമയം വീട്ടിലെ നമ്മുടെ ഹീറോയിൻ ആ പോലീസുകാരിയോടൊപ്പം നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ അച്ഛൻ എടുത്ത ഒരു ഫോട്ടോ രാത്രി ഇവരെല്ലാവരും കൂടി കാട്ടിൽ പോയിട്ട് ഈ തീയെല്ലാം കൂട്ടിയിരിക്കുന്ന ആ ഒരു സമയം അന്നെടുത്ത ഫോട്ടോ ഹീറോയിൻ കാണുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും ആ പോലീസുകാർ പറയും ഇത് നിന്റെ അച്ഛന്റെ ഫ്രണ്ട്സ് അല്ലേ, നിന്റെ അച്ഛനല്ലാതെ ഈ കൂട്ടത്തിലുള്ള വേറെ ആരും ഇപ്പോ ജീവനോടെ ഇല്ലാന്ന് പറയുന്നതും ഈ കാര്യം ഹീറോയിൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ജിമ്മിയെ കണ്ട പോലീസുകാരൻ നിന്റെ ഗേൾഫ്രണ്ടിനെ കാട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നത് നീയാണെന്ന് ചോദിക്കുമ്പോൾ ഗേൾഫ്രണ്ടോ, ആ മെലനി, അവളോടൊപ്പം ഞാൻ കുറച്ച് സഹായത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നതും ഇൻസ്പെക്ടർ ഓക്കെ നീ എവിടെ നിന്നാ വരുന്നേ, നിന്റെ വീട് അഡ്രസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ജിമ്മി അതിന് കറക്റ്റായിട്ടുള്ള മറുപടിയല്ല പറയുന്നത്. അപ്പോൾ ജിമ്മി ചോദിക്കും അല്ല ഈ ചോദ്യങ്ങളൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്, വേറെ ഒന്നുമല്ല, നീ കാടിനുള്ളിൽ നിന്റെ ഗേൾഫ്രണ്ട് ഉണ്ട്, പിന്നെ അവളെ സഹായിക്കാനായിട്ട് നീ പോകുന്നു, അവിടെ ഒരു കൊലയാളി, അതുകൊണ്ട് കുറച്ച് സേഫ് ആയിട്ട് നടക്കണം എന്നും പറഞ്ഞ് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോകുന്നതും
അയാൾക്ക് ജിമ്മിയെ നല്ല സംശയമുണ്ട്. ഇവിടെ ആ ഒരു പോലീസുകാരി ഹീറോയിന്റെ അച്ഛന്റെ കൂടെയുള്ള ആ സുഹൃത്തുക്കളുണ്ടല്ലോ, അവർ ഓരോരുത്തരായിട്ട് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതിലൊരാളാണ് ഈ പോലീസുകാരിയുടെ അച്ഛൻ. അയാളാണെങ്കിലോ സൂയിസൈഡ് ചെയ്തെന്നാണ് അവൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ പോലീസുകാരി പറയും, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല, കാരണം എന്റെ അച്ഛൻ അത്രയും വീക്കല്ല, അതൊരു മരണമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അപ്പോൾ നീ അതിലും എന്റെ അച്ഛനെയാണോ സംശയിക്കുന്നത്? പിന്നല്ലാതെ വേറെ ആരാ എന്ന് ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട്. സത്യത്തിൽ ഹീറോയിന്റെ അമ്മ മരിച്ചതിന് ശേഷം അവളുടെ അച്ഛന് അവളെ നോക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവളെ മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. പിന്നീട് അയാൾ ഒരിക്കലും അവളെ കാണാനായിട്ട് പോയതുമില്ല. അങ്ങനെ ഭാര്യയെ കുട്ടിയില്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചതുകൊണ്ടാണ് നിന്റെ അച്ഛൻ ഇതുപോലെ ഭ്രാന്തനായതെന്നാണ് ആ പോലീസുകാരി പറയുന്നത്. അതേസമയം നമ്മുടെ ഇൻസ്പെക്ടർ ഈ ലേഡി ഓഫീസറിനെ വിളിക്കാനായിട്ട് തിരിച്ച് കാടിനുള്ളിലൂടെ തന്നെ വരുമ്പോഴത്തേക്കാണ് കുറെ വേരുകൾ വന്നിട്ട് ഈ റോഡിന് കുറുകെ ഇങ്ങനെ കിടക്കും. അപ്പൊ അയാളുടെ കാറിന്റെ ടയർ അതിലേക്ക് കയറി പെട്ടെന്ന് പഞ്ചറാവുന്നതും ഇയാൾ എന്താണെന്ന് അറിയാൻ വേണ്ടി കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ആ വേരുകൾ അയാളുടെ കാലിലേക്ക് പിടിച്ചിട്ട് അയാളെ വലിച്ചെടുത്തോണ്ട് പോവാണ്. അപ്പൊ അയാളെ രക്ഷപ്പെടാൻ വേണ്ടി തോക്കുപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല. അവസാനം അയാളെ വലിച്ച് ആ വെള്ളത്തിലേക്കാണല്ലോ, ഈ കാടിന് നടുവിലുള്ള ആ ഒരു ചെറിയ കുളം, അവിടേക്ക് കൊണ്ടുവന്നിടുന്നു. എന്നിട്ട് വലിയൊരു വേര് വന്ന് അയാളെ ആ വെള്ളത്തിലേക്ക് കൊണ്ടുവന്ന് മുക്കി അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലേഡി പോലീസ് അയാൾ ഫയർ ചെയ്ത ആ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇൻസ്പെക്ടറിന്റെ ആയിരിക്കും എന്നും പറഞ്ഞ് ഹീറോയിന്റെ കാറും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ പോയതിനു ശേഷം ഹീറോയിൻ ഈ തറയിലുള്ള അഴുക്കും മറ്റു കാര്യങ്ങളൊക്കെ തുടയ്ക്കാൻ വേണ്ടി തറയിൽ ഇരുന്നിങ്ങനെ തുടയ്ക്കുമ്പോഴത്തേക്കാണ് ഒരു പലക മാത്രം ഇളകുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ആ ഒരു പലക എടുത്ത് മാറ്റി നോക്കുമ്പോൾ അതിനടിയിലെ ഒരുപാട് ന്യൂസ് പേപ്പറുകളാണുള്ളത്. അങ്ങനെ അതെടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ജിമ്മി അവിടേക്ക് കയറി വരുന്നതും ഹീറോയിൻ അങ്ങ് പേടിച്ചു പോകും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല ഇന്ന് രാവിലെ നീ എവിടെയാ പോയെന്ന് ചോദിക്കുമ്പോൾ ജിമ്മി പറയും, ആ പോലീസുകാർ ഇവിടെ വരുന്ന കാര്യം എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് വെറുതെ അവർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു വിഷയമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയത്. അല്ല രാവിലെ തന്നെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? ബാ നിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പോവാന്നും പറഞ്ഞ് ഹീറോയിനെ വിളിച്ചിട്ട് ഇവര് രണ്ടുപേരും കാടിനകത്തേക്ക് പോകുന്നു. അതേസമയം ഇവിടെ ഹീറോയിന്റെ അച്ഛനെ കാണിക്കുമ്പോൾ അയാൾ ഈ കാടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം ഇവിടെ ഹീറോയിനെ ജിമ്മി കാടിനകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ചോദിക്കുന്നത്, അല്ല ജിമ്മി എന്റെ അച്ഛൻ എവിടെയുണ്ടെന്ന് നിനക്കറിയോ? നീ എവിടേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയും, അല്ല അതെ എനിക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നതും പെട്ടെന്ന് ഹീറോയിന്റെ അച്ഛൻ പുറകിലൂടെ ഒരു തോക്കുമായിട്ട് വന്നിട്ട് ജിമ്മിയെ നോക്കി ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ജിമ്മിയെ നോക്കിയിട്ട് പറയും, മര്യാദയ്ക്ക് എന്റെ മകളുടെ അടുത്ത് നിന്ന് മാറിയെന്നോ എന്നും പറഞ്ഞ് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഹീറോയിൻ പറയും, അച്ഛാ ജിമ്മി ഒരു പാവമാണ്, അവൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് ജിമ്മിയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ലിസി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ അച്ഛനുണ്ടല്ലോ, അയാളും ഇവിടേക്ക് വന്ന് ഹീറോയിന്റെ അച്ഛന്റെ പുറകിൽ തോക്കെടുത്ത് വെക്കുന്നു. അപ്പോഴാണ് ഹീറോയിന്റെ അച്ഛൻ പറയുന്നത്, എടാ നീ കൊല്ലേണ്ടത് എന്നെയല്ല, ദേ അവനാണ് നിന്റെ മകളെ കൊന്നത് എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുന്നതും ഇതെല്ലാം കേട്ട് ജിമ്മി ഇങ്ങനെ ചിരിക്കാണ്. ഹേയ് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ എന്ന് പറയുമ്പോൾ തന്നെ അവൻ ഇനി അധിക നേരം ഈ കള്ള പിടിച്ചെടുക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പുറകിലേക്ക് വന്നിട്ട്, ഹേ കം ഓൺ മാൻ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്നെ കൊല്ലാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ ചിരിക്കുന്നതും അവന്റെ രൂപം മാറുകയാണ്. പെട്ടെന്ന് അവൻ ആ ഒരു രാക്ഷസനായിട്ട് മാറുന്നുണ്ട്. ഇതാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. സത്യത്തില് ഇവൻ തന്നെയായിരുന്നു ആ ഒരു രാക്ഷസൻ. ഇത് കണ്ട എല്ലാവരും പേടിച്ച് പുറകിലേക്ക് നിന്ന് ഇപ്പോ ഹീറോയിന്റെ അച്ഛനും അതേപോലെ തന്നെ ലിസിയുടെ അച്ഛനും രണ്ടുപേരും തോക്ക് ഉപയോഗിച്ചിട്ട് അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്ര ഷൂട്ട് ചെയ്തിട്ടും ആ രാക്ഷസന് അത് വലിയ രീതിയിൽ പരിക്കുകളൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഇവര് മൂന്നുപേരും അവിടെ നിന്ന് ഓടിയിട്ട് അടുത്ത ചെറിയൊരു ഗുഹ പോലെയുണ്ട്, അതിനകത്ത് കയറി ഒളിച്ചിരിക്കും. അപ്പോൾ ജിമ്മി അതുവഴി തന്നെയാണ് പോകുന്നത്, പക്ഷെ ഇവരെ കാണുന്നില്ല. അപ്പോഴാണ് ലിസിയുടെ അച്ഛൻ പറയുന്നത്, ഏയ് നീ അന്നേ പറഞ്ഞിരുന്നു ഈ കാടിനകത്തൊരു മോൺസ്റ്റർ ഉണ്ടെന്ന്, അത് അന്നേ ഞങ്ങൾ വിശ്വസിക്കണമായിരുന്നു, അത് വിശ്വസിക്കാത്തത് ഞങ്ങളുടെ തെറ്റ്, അതിന് നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നതെല്ലാം അയാൾ പറയുന്നുണ്ട്. ഇവിടെ ആ ഇൻസ്പെക്ടറിനെ അന്വേഷിച്ച് ലേഡി പോലീസ് വന്നിരുന്നല്ലോ, അവര് വരുന്ന സമയത്ത് ഇൻസ്പെക്ടറിന്റെ കാർ കാണുന്നു. അങ്ങനെ അവിടേക്ക് വണ്ടി നിർത്തിയിട്ട് മുന്നിലേക്ക് വന്ന് നോക്കുമ്പോൾ അയാളുടെ തൊപ്പി താഴെ കിടക്കുന്നത് കാണും. അങ്ങനെ അതും എടുത്തിട്ട് അയാൾ വലിച്ചഴിച്ചുകൊണ്ട് പോയ ആ ഒരു വഴിയെ തന്നെ നടന്ന് ഉള്ളിലേക്ക് പോകുന്നതും ആ ചെറിയ കുളത്തില് അയാൾ മരിച്ചെടുക്കുന്നതാണ് ലേഡി പോലീസ് കാണുന്നത്. ഇത് കണ്ട് അവരും നല്ലതുപോലെ പേടിച്ചിട്ട് ഇത് ആരാണ് ചെയ്തതെന്നറിയത്തില്ലല്ലോ. അങ്ങനെ അവരെന്താ ചെയ്യുന്നത്, ഇൻസ്പെക്ടറിന്റെ ശരീരം അവിടെ നിന്ന് വലിച്ച് നേരെ റോഡിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ പോലീസുകാരനെ എടുത്ത് കാറിലേക്ക് കയറ്റിയിട്ട് അവള് കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുന്നതും കാട്ടിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താന്ന് വെച്ചാല് ആ മോൺസ്റ്റർ ഉണ്ടല്ലോ, അത് വന്ന് ഈ കാറിന്റെ ഗ്ലാസ് എല്ലാം ഇടിച്ചു പൊട്ടിച്ച് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും അവൾ അവളുടെ കയ്യിലെ തോക്കെടുത്ത് അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ ഹീറോയിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവളുടെ അച്ഛനും അതേപോലെ തന്നെ ലിസിയുടെ അച്ഛൻ ഇവർ മൂന്നുപേരും ഇപ്പൊ ഈ വീട്ടിലാണുള്ളത്. അതുമല്ല ആ ന്യൂസ് പേപ്പറിലുള്ള കാര്യം ഇതെല്ലാം എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഹീറോയിൻ അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കും. അതുമല്ല മറ്റൊരു ന്യൂസ് പേപ്പറിൽ ഒരാളുടെ ഫോട്ടോ ഉണ്ട്, അത് സത്യത്തിൽ ജിമ്മിയുടെ ഫോട്ടോ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ളതുപോലെ അല്ല അവനുള്ളത്. സത്യത്തിൽ അവന്റെ പേരേ ജിമ്മി എന്നല്ല. ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയിന്റെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു.
നമ്മൾ സ്റ്റാർട്ടിങ്ങില് ഒരു ചെറിയ പെൺകുട്ടിയെ ആരോ കാടിനുള്ളിലൂടെ ഇങ്ങനെ ഓടിക്കുന്നത് കണ്ടിരുന്നല്ലോ. സത്യത്തിൽ ആ പെൺകുട്ടിയെ കാടിനുള്ളിൽ വെച്ചിട്ട് ആരോ ഒരാൾ റേപ്പ് ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ അത് ചെയ്തത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഹീറോയിന്റെ അച്ഛൻ ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അതിന് ശ്രമിച്ചു. ആ സമയത്താണ് ഈ ഗ്രാമത്തിലേക്ക് ജിമ്മി ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ജിമ്മിയുടെ മേളിൽ ഹീറോയിന്റെ അച്ഛന് നല്ല സംശയം ഉണ്ടായിരുന്നു. അതുപോലെ ന്യായമായിട്ടുള്ള രീതിയിൽ അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതിനുവേണ്ടി ഹീറോയിന്റെ അച്ഛൻ അവന്റെ കുറച്ച് സുഹൃത്തുക്കളെയും അതേപോലെ തന്നെ ഈ ജിമ്മിനെയും കൂട്ടി കാടിനുള്ളിലേക്ക് പോയിട്ട് ഇവർ ഈ ക്യാമ്പ് ഫയർ എല്ലാം കൂട്ടി ആഹാരം എല്ലാം കഴിച്ച് അതേപോലെ തന്നെ മദ്യമെല്ലാം ഒരുപാട് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചാണ് ഈ ജിമ്മി ഉണ്ടല്ലോ അവനെ കൊണ്ട് ഈ സത്യം പറയിപ്പിക്കാൻ വേണ്ടി അവൻ ഒരുപാട് മദ്യം കൊടുക്കുന്നതും കുടിച്ച് അവസാനം അവൻ തന്നെ സത്യം പറയും ഇതുപോലെ ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നത് അവനാണെന്ന്. അപ്പൊ ഇത് കേൾക്കുന്നത് ഹീറോയിന്റെ അച്ഛൻ എന്താണ് വിചാരിക്കുന്നത്, അവനെ കൊണ്ടുപോയി കോടതിയിൽ നിർത്തി അവന് ന്യായമായിട്ടുള്ള രീതിയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ള രീതിയിൽ വിചാരിച്ചു. പക്ഷേ അയാളുടെ സുഹൃത്തുക്കള് ബാക്കി 5 പേര് അവർ ഈ കാര്യം കേട്ട് ഒരിക്കലും സഹിച്ചില്ല. ഇതുപോലെ ഒരു ചെറിയ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നുവെന്ന് ചോദിച്ച് ജിമ്മിയെ ഇവരെല്ലാവരും കൂടി അടിച്ചു കൊന്ന് അവസാനം കാടിനുള്ളിലുള്ള ആ ഒരു കുളം ഉണ്ടല്ലോ അതിലേക്ക് കൊണ്ടിടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 20 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ജിമ്മി മരണപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഹീറോയിന്റെ അമ്മയുണ്ടല്ലോ അവര് ആ കുളത്തിൽ വീണ് മരണപ്പെടുന്നത്. തന്റെ ഭാര്യ ആരെങ്കിലും കൊന്നു എന്നുള്ള ആ ഒരു സംശയം ഹീറോയിന്റെ അച്ഛനുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഹീറോയിന്റെ അച്ഛന്റെ 5 സുഹൃത്തുക്കളിൽ ഓരോരുത്തരായിട്ട് മരണപ്പെടാൻ തുടങ്ങി. അതും എല്ലാവരും പല അവസ്ഥയിൽ മരണപ്പെട്ടു. അപ്പോഴാണ് ഹീറോയിന്റെ അച്ഛൻ കൺഫേം ആക്കിയത് ആ ജിമ്മി മരിച്ചുപോയതിനു ശേഷം എങ്ങനെയോ അവന്റെ ആത്മാവ് ഒരു കൊടൂര മൃഗമായിട്ട് മാറി ഇവരെല്ലാവരോടും പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ കാടിനുള്ളിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ഒരു ദിവസം അത് എന്നെ കൊല്ലുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിന്നെ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു വിട്ടത്. അതിനുശേഷം എനിക്ക് ജിമ്മിയെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അന്ന് എന്റെ കൂട്ടുകാരെ ജിമ്മിയെ കൊല്ലാതെ ഞാൻ തടഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ഇതിനെല്ലാം കാരണം ഞാനാണ്. അതുകൊണ്ട് എനിക്ക് അവനെ ഒറ്റയ്ക്ക് കൊല്ലണം എന്ന് പറയുമ്പോഴത്തേക്കും ലിസിയുടെ അച്ഛൻ പറയും, ഏയ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്തതൊരു നല്ല കാര്യം തന്നെയാണ്, അവൻ മരിക്കേണ്ടവൻ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് അവൻ മരിച്ചതിന് ശേഷവും അവൻ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവൻ സാധാരണ ഒരു ഗോസ്റ്റ് അല്ല, അവനെ കൊടൂരമായിട്ട് ഒരു തവണ കൂടി നമ്മൾ ഇല്ലാണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് അവനെ കൊല്ലണം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഇവൻ ഇതിനു മുന്നേ കൊന്ന ഓരോരുത്തരുടെയും ആ ഒരു മാപ്പ് ഉണ്ടല്ലോ വീട്ടിലെ അതിലെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു പട്ടണത്തിനുള്ളിൽ തന്നെയാണ് എല്ലാവരെയും കൊന്നിട്ടുള്ളത്. അതുമല്ല നമ്മുടെ ഹീറോയിൻ അപ്പോൾ ചിന്തിക്കും, ഈ പട്ടണത്തിന്റെ ബോർഡർ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്താണ് ഇവൻ ആദ്യമായിട്ട് ഹീറോയിനെ കണ്ടുമുട്ടുന്നത്. ആ ബോർഡർ കഴിഞ്ഞിട്ട് ഒരിക്കലും അവൻ പുറത്തേക്ക് പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ ആത്മാവിനെ ഒരിക്കലും ഈ ഒരു പട്ടണം വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ ജിമ്മിയുടെ പ്രേതമുണ്ടല്ലോ ആ മോൺസ്റ്ററായിട്ട് മാറി ഇവരുടെ വീടിനടുത്തേക്ക് വന്നിട്ട് അതിന്റെ കൈ വെച്ച് അവിടെ അറ്റാക്ക് ചെയ്ത് ഇവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവരും പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അടുത്തത് എവിടെ നിന്നാണ് വരുന്നത്? പെട്ടെന്നാണ് ആ ഒരു ചുമരും തകർത്തുകൊണ്ട് നമ്മുടെ ഹീറോയിനെ വന്ന് പിടിച്ച് അവളെ വലിച്ച് കാടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും ഹീറോയിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാടിനകത്തേക്ക് തന്നെ ഓടി പോവാണ്. അങ്ങനെ ഇവർ ഓടി വരുമ്പോഴത്തേക്കാണ് ആ പോലീസുകാരിയാ ഇവർ കാണുന്നത്. ഹേയ്, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ പോലീസുകാർ ചോദിക്കും, അപ്പോൾ നിങ്ങൾ ആ മോൺസ്റ്ററിനെ കണ്ടുവല്ലേ? ഓക്കെ, നിങ്ങളോടൊപ്പം ആ ഒരു ചീഫ് എന്ത് ചെയ്ത് ചോദിക്കുമ്പോൾ അയാൾ എവിടെയാണെന്നുള്ള കാര്യം പോലീസുകാരിക്ക് അറിയത്തില്ല എന്ന് പറയും. അപ്പോൾ ഹീറോയിന്റെ അച്ഛൻ പറയും, ശരി എന്തൊക്കെ തന്നെ ആവട്ടെ, ആ മോൺസ്റ്ററിനെ കൊല്ലാൻ വേണ്ടി നമുക്ക് ഇനിയും ബുള്ളറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് നീ നേരെ പട്ടണത്തിലേക്ക് പോയിട്ട് ആ റെസ്റ്റോറന്റിലെ ലേഡിയുടെ കയ്യിൽ നിന്നും ബുള്ളറ്റുകൾ വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറയുമ്പോൾ ലിസയുടെ അച്ഛൻ നേരെ അവിടേക്ക് ചെന്നിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ബുള്ളറ്റുകളും മറ്റും വാങ്ങി ഈ കാടിനുള്ളിലേക്ക് തിരിച്ചു വരുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ജിമ്മി ഇപ്പോ അവളെ ഒരിടത്ത് കെട്ടിയിട്ടേക്കാണ്. അപ്പോഴാണ് ഹീറോയിൻ ചോദിക്കുന്നത്, നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നേ? നിനക്ക് എന്താ വേണ്ടത്? അപ്പോ ജിമ്മി പറയും, എന്തിനാണെന്നോ? ഓക്കെ, എന്തെങ്കിലും ഒരു ദിവസം നിനക്ക് വലിയൊരു ലോട്ടറി അടിച്ചു, അപ്പോ നീ അയ്യോ എന്തുകൊണ്ടാ ഇതെനിക്ക് അടിച്ചത്, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നീ ഉപേക്ഷിച്ചിട്ട് പോവോ? ഒരിക്കലും ഇല്ലല്ലോ. അത് നീ സന്തോഷത്തോടെ വാങ്ങി നല്ലതുപോലെ അത് ആസ്വദിക്കും. അതുപോലെ തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി, അത് ഞാൻ ആസ്വദിക്കുന്നു. നല്ലത് നടന്നാൽ ചോദ്യം ചെയ്യത്തില്ല, മോശം നടന്നാൽ മാത്രം ചോദ്യം ചെയ്യും. ഒരു മോശമായിട്ടുള്ള കാര്യം സംഭവിച്ചാൽ എൻജോയ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവര് 3 പേരും നമ്മുടെ ഹീറോയിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഹീറോയിന്റെ അച്ഛൻ ആ ഒരു പോലീസുകാരിയോട്, ഞാൻ എന്തായാലും അവന്റെ ശ്രദ്ധ മാറ്റാം, ആ സമയത്ത് നീ എന്റെ മകളെ രക്ഷപ്പെടുത്തി ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഹീറോയിന്റെ അച്ഛൻ നേരെ ജിമ്മിയുടെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് പഴയ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവനോട് പറയുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും അവന് ഇമോഷണലായിട്ട് നല്ലതുപോലെ വീക്ക് ആവാൻ തുടങ്ങും. നമ്മുടെ രാക്ഷസൻ സിനിമയിലെ അവസാനം അവനെ ട്രിഗർ ചെയ്യുമല്ലോ, അതുപോലെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്യാപ്പില് നമ്മുടെ ഹീറോയിനെ ആ പോലീസുകാരി രക്ഷപ്പെടുത്തി അവിടെ നിന്ന് ഓടും. അപ്പൊ ഇവൻ വീണ്ടും ആ മോൺസ്റ്ററായിട്ട് മാറുന്നതും ഹീറോയിന്റെ അച്ഛൻ നല്ലതുപോലെ അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവരെല്ലാവരും തിരിച്ചിങ്ങനെ ഓടുമ്പോൾ ഹീറോയിന്റെ അച്ഛൻ അവളുടെ പുറകെ തന്നെ വരുന്നുണ്ട്. ആ സമയത്താണ് ഹീറോയിന്റെ അച്ഛനെ ജിമ്മിയെ ഒന്നും ചെയ്യുന്നില്ല, പകരം ലിസ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനെ അവിടേക്ക് തള്ളിയിട്ട് അയാളുടെ തലയിലേക്ക് കാലുവെച്ച് ചവിട്ടി അയാളെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ പിറകെ വരുമ്പോൾ ഇവർ 3 പേരും അവിടെ നിന്ന് ഓടി അവസാനം ഇപ്പോ രാത്രിയായി.
അതുമല്ല ഹീറോയിന്റെ അച്ഛനാണെങ്കിലോ ഇവരോട് പറയും നിങ്ങൾ ഇവിടെ നിന്ന് പോ, ഞാൻ അതിനെ കൊല്ലാന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഇല്ലില്ല, അച്ഛനും ഞങ്ങളോടൊപ്പം വരണം, കാരണം ഇത്രയും വർഷം കഴിഞ്ഞ് അച്ഛനെ വീണ്ടും കാണുന്നത് ഇപ്പോഴാണ്, ഇനി എനിക്ക് അച്ഛനെ നഷ്ടപ്പെടാൻ താല്പര്യമില്ല, എന്റെ അച്ഛനെ ഇപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് എന്നെല്ലാം പറയുമ്പോൾ അയാൾ പറയും ഒരച്ഛനായിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അത് ശരി തന്നെയാണ്, എന്നിരുന്നാലും നിന്നെ സംരക്ഷിക്കേണ്ടത് ഞാനാണ്, അതേപോലെ തന്നെ ഞാൻ ഒരു പോലീസുകാരനാണ്, ഈ നാടിനെ സംരക്ഷിക്കേണ്ടത് ഞാനാണ്, അതുകൊണ്ട് അവനെ തടയേണ്ടത് ഞാനാണെന്നും പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും പറഞ്ഞു വിടുന്നു. അങ്ങനെ ഹീറോയിനും ആ പോലീസുകാരെയും പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് വന്ന് ലിസയുടെ അച്ഛൻ വന്ന ഒരു വണ്ടി വെളിയിൽ കിടപ്പുണ്ടായിരുന്നു, അതും എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നതും ഈ ശബ്ദം ജിമ്മി കേൾക്കും. അങ്ങനെ ജിമ്മിയും അവരുടെ പിറകെ തന്നെ ആ രാക്ഷസനായിട്ട് പോവാണ്. അപ്പൊ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, യന്ത്രൻ സിനിമയിൽ അവസാനം നമ്മുടെ യന്ത്രൻ വലിയ രൂപമായിട്ട് ആ വണ്ടിയുടെ പുറകെ ഓടുമല്ലോ, അതേ ഫീലാണ്. ഇനി ഇതിൽ നിന്ന് കോപ്പി അടിച്ചതാണോ അത് അറിയത്തില്ല. ഇപ്പൊ ഇവരങ്ങനെ നല്ല സ്പീഡിന് കുറെ ദൂരം പോയിട്ട് ഈ പട്ടണത്തിന്റെ ബോർഡർ ഭാഗം കഴിഞ്ഞു. പക്ഷേ ജിമ്മിക്ക് ഒരിക്കലും ആ ബോർഡർ കഴിഞ്ഞു വരാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഇവനെ എങ്ങനെയും പുറത്തേക്ക് കൊണ്ടുവന്നേ മതിയാവും. അതുകൊണ്ട് ഇവര് കാർ തിരിച്ചിട്ട് അവന്റെ മുന്നിലിട്ട് ഇങ്ങനെ റേസ് ചെയ്യാണ്, അവനെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അതേസമയം പുറകിലൂടെ ഹീറോയിന്റെ അച്ഛൻ ഹീറോയിന്റെ വണ്ടി ഉണ്ടല്ലോ അത് ഓടിച്ച് ഈ പുറകെ തന്നെ വരുന്നു. അതുപോലെ ജിമ്മി ഹീറോയിനെയും ആ പോലീസുകാരിനെയും ശ്രദ്ധിച്ച് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പുറകിലൂടെ വന്ന ഹീറോയിന്റെ അച്ഛനെ അവൻ കണ്ടില്ല. അങ്ങനെ ഹീറോയിന്റെ അച്ഛൻ കാർ കൊണ്ടുവന്നിട്ട് ഒരു ഒറ്റയിടി ഇവൻ തെറിച്ച് ആ പട്ടണത്തിന്റെ ബോർഡർ കഴിഞ്ഞിങ്ങോട്ട് വീഴുന്നതും അവന്റെ ശരീരം മുഴുവൻ ചാമ്പലായിട്ട് എല്ലാം കരിഞ്ഞ അവസ്ഥയിൽ താഴേക്ക് വന്ന് വീഴുന്നു. സോറി, അവന്റെ പവറുകളെല്ലാം പോയിട്ട് അവൻ വെറും മണ്ണായിട്ടും വേരുകളായിട്ടുമാണ് താഴേക്ക് വന്ന് വീഴുന്നത്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് കയ്യിലേക്ക് വെച്ച ഹീറോയിന്റെ അച്ഛൻ എന്തായാലും എല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് വിശ്വസിച്ച് ഇവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു ടെസ്റ്റ്. ഈ പട്ടണത്തിലെ റെസ്റ്റോറന്റ് നടത്തുന്ന ലേഡി ഉണ്ടല്ലോ, അവരിപ്പോ ഈ കാടിനുള്ളിലേക്ക് പോയിട്ട് അതേ കുളത്തിനടുത്തേക്ക് ചെന്നിരുന്ന് ആ കുളത്തിൽ നിന്നും ഈ മോൺസ്റ്ററിനെ വെളിയിലേക്ക് കൊണ്ടുവരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഈ പട്ടണത്തിലേക്ക് വരുമ്പോൾ അവൾക്ക് മരുന്നെല്ലാം കൊടുത്ത് അതേപോലെ തന്നെ മസാജ് എല്ലാം ചെയ്ത് അവളുടെ തലവേദന മാറ്റിയിരുന്നു. അവിടെ വെച്ച ഹീറോയിൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അല്ല നിങ്ങളെന്താ മന്ത്രവാദിയാണോ ഇത്ര പെട്ടെന്ന് ഇതെല്ലാം തീർക്കാനായിട്ട് എന്ന് ചോദിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഒരുപക്ഷെ അവരൊരു മന്ത്രവാദിനിയായിരിക്കാം, ഇതുപോലെ അവരുടെ മകനായിരിക്കാം ജിമ്മി. അതുകൊണ്ട് തന്റെ മകനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ ആ മന്ത്രവാദത്തിലൂടെ അവന് ശക്തി കൊടുത്ത് അവനെ ഒരു മോൺസ്റ്ററായിട്ട് തിരിച്ചു കൊണ്ടുവന്നതായിരിക്കാം. എന്തായാലും ഒരു തവണ കൂടി അവര് അതേപോലെ ചെയ്യുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ല മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. ഈ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അടുത്ത നല്ല മൂവികൾ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അപ്പോ അതുവരെയ്ക്കും ബൈ.